ജഗന്നാഥവർമ്മയും ഭാര്യയും കോവിലകത്തെത്തുന്നു. നീ എന്താ വന്ന പാടെ ഇങ്ങനെ മുറുമുറുക്കണേ? എന്താ രാധികെ? ഏയ്. നന്ദനയുടെ വരവിൽ അസ്വസ്ഥനായ ജഗന്നാഥവർമ്മ. പ്രതാപവർമ്മ നന്ദനയെക്കുറിച്ച് ജഗന്നാഥവർമ്മയോട് പറയുന്നു. ഇങ്ങനൊരു മുൾക്കൂട് ഉറപ്പിച്ചു വെച്ചതേ നിങ്ങളുടെ അമ്മയും സേതുലക്ഷ്മിയും കൂടിയാ. അവര് തന്നെ ആ മുള്ളെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ മുനയൊടിക്കണം. നന്ദനയോട് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്ന പ്രതിഭ. അവിടെ എങ്ങനെയായിരുന്നു? നന്ദനയുടെ അച്ഛൻ കുടിക്കുമായിരുന്നോ? ഇല്ല, ഒരു ദുശീലം ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ വൈഫോ? ആള് കുറെ സ്ട്രിക്റ്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്. മുറി മാറി കിടക്കാനൊരുങ്ങുന്ന നന്ദനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മുത്തശ്ശി. ഇന്ന് തൊട്ട് ഞാൻ വേറെ മുറിയിൽ കിടക്കാം മുത്തശ്ശി. വേറെ മുറിയിലോ? അതെന്തിനാ? ജഗന്നാഥൻ വന്ന് വല്ലതും പറഞ്ഞത് കേട്ടിട്ടാണോ? കുട്ടി അതൊന്നും കേട്ടതായി ഭാവിക്കണ്ട. അനിലയുടെ ഒളിച്ചുകളി കണ്ടുപിടിക്കുന്ന അമ്പിളി. ഇനി തുടർന്ന് കാണുക. ചേച്ചി ഇതെന്ത് ഭാവിച്ച? നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ? അല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരണോ? അറിയാലോ ഇവിടുത്തെ അവസ്ഥ. അമ്മ എങ്ങനെ പറഞ്ഞ കൊന്നുകളയും. കൊല്ലുന്നത് മാത്രമല്ല, ആത്മഹത്യ നടക്കും ഈ വീട്ടില്. എന്തെങ്കിലും അരുതാത്ത സംഭവിച്ച നമ്മളെല്ലാരും കൊന്നിട്ട് അമ്മയും ചാകും. ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വീടാ നമ്മുടേത്. പക്ഷെ ഇത് ഇങ്ങനൊന്നും ഇവിടെ ഉണ്ടായിക്കൂടാ. ദേവി, ഇത് മോളിത് അമ്മയോട് പറയരുത്. പറയാതെ പിന്നെ ഞാൻ ഇതിനൊന്നും കൂട്ടി നിൽക്കത്തില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, സത്യമായിട്ടും. അമ്മയാണ് ഇനി ആവർത്തിക്കില്ല. വിശ്വസിക്കാം അമ്പിളി. രാമ 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 രാമ. എന്താ ഇത്? രാവിലെ മുമ്പിൽ വന്ന് പെട്ടോളും ആശ്രീകരം. നിന്നോട് ആര് പറഞ്ഞു രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ? ഞാൻ പത്രം എടുത്തോണ്ട് പോയിട്ട് നിന്നോട് ആരെങ്കിലും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ പത്രം എടുക്കാൻ? ഓരോരോ വേഷം കെട്ട്. എന്റെ ഒരു നല്ല ദിവസം പോയി കിട്ടി. ഇന്ന് ഇനി എല്ലാം അശുഭായിരിക്കും. എന്തിനാ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാൻ വേണ്ടിട്ടേ ഈ പൂമുഖത്ത് വന്ന് നിക്കണത്? ഞാൻ അറിയാതെ വന്നതാ. നീ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ അറിയാതെയാണല്ലോ. എന്തിന്? നീ ഈ ലോകത്തേക്ക് വന്നത് തന്നെ അറിയാതെയാണല്ലോ. അറിഞ്ഞത് മുഴുവൻ മറ്റുള്ളവരാ. ഇനി ആവർത്തിക്കില്ല. എനിക്ക് കേക്കണ്ട നിന്റെ ഞഞ്ഞാ പിഞ്ഞ വർത്താനം. ശകുനം മുടക്കാനായി വന്നിരിക്കുന്നു ജന്തു. നിനക്കിവിടെ വല്ല മൂലയ്ക്ക് മടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? ശവം. ചായ. ഇന്നിനി ചായ വേണമെന്നില്ല. ഒന്നാം തരം കണി കണ്ടിട്ടേ തൃപ്തിയായി. വന്ന് വന്ന് ഈ വീട്ടിലെനിക്കൊരു സ്വസ്ഥത ഇല്ലാതായിരിക്കുന്നു. ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? പിന്നെ മിഴിച്ചു നിൽക്കുന്ന എന്തിനാ? നല്ല അനുസരണ. ഇയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് പുല്ലാണെന്നുള്ള ദാഷ്ട്യ അവൾക്ക്. ഞാൻ അങ്ങനെ മിണ്ടരുത്. കടന്നു പൊടി. ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കാനായിട്ട് പോകാൻ. വലിയ കൊമ്പത്തെ കോവിലാത്രേ. പാഴ് ജന്മങ്ങൾ വേണം ഇവിടെ കാലത്ത് കണി കാണാൻ. മാറിക്കടി.
അമ്മയൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്താ പ്രതിഭേ? രാവിലെ ഇവിടെ ഒരു അംഗം കഴിഞ്ഞു. അങ്കോ? എന്റെ അമ്മേ, ഈ കോലോത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഇവിടെയല്ലേ ഉറങ്ങാനും ഉണരാനും പറ്റൂ? രാവിലെ എഴുന്നേറ്റാ പിന്നാമ്പുറത്തെങ്ങാനും പോയി പതുങ്ങി നിൽക്കാന്ന് വെച്ചാ എന്ത് കാര്യത്തിനൊരു മര്യാദ വേണ്ടേ അമ്മേ? കാര്യം എന്താന്ന് വെച്ചാ പറ പ്രതിഭേ. നന്ദന രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോവായിരുന്നു. കഷ്ടകാലത്തിന് പ്രതാപേട്ടന്റെ മുമ്പിലാ ചെന്നുപെട്ടത്. ദുശകനം എന്ന് പറഞ്ഞ ആ കുട്ടി ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അശ്രീകരം, ശവം, എന്തൊക്കെയാണാവോ പറഞ്ഞത്. അത് കേട്ടോണ്ട് ദേവരനോ അടുത്തയാള് വിദ്യേട്ടത്തി, പിന്നെ ഏട്ടത്തിയുടെ വകയായിരുന്നു ചീത്ത പറച്ചില്. ഭർത്താവിനേക്കാ ഒട്ടും മോശമല്ല ഭാര്യയും. ഞാൻ വിചാരിച്ചു അന്നേരം തന്നെ നന്ദനെ അടിച്ചിറക്കി വിടുന്നു. പാവം, എല്ലാം കേട്ടുകൊണ്ട് 2 കണ്ണ് നിറഞ്ഞു തുളുമ്പി നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. കഷ്ടം തോന്നി അമ്മ എനിക്ക്. വിദ്യേട്ടത്തിയോട് 2 വാക്ക് ചോദിക്കണമെന്ന് തോന്നിയതാ എനിക്ക്. നമ്മൾ എന്തെങ്കിലും മിണ്ടിയാ അത് പിന്നെ നാത്തൂനും തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും. എന്നാലും പ്രതാപേട്ടൻ ഇത്രയും കടന്നു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തൃശ്ശൂരെ വലിയ കോലോത്തയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക? അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് ഇടപെടാഞ്ഞെന്ന്? ആരും ഇടപെടണ്ട. പ്രതാപവർമ്മയോട് ഞാൻ ചോദിക്കാം. അയാൾ സ്വന്തം ഭാര്യയും മക്കളെയും മാത്രം ഭരിച്ചാ മതി. നന്ദനെ ശകാരിക്കാൻ ഒരവകാശവും ഇല്ല വർമ്മയ്ക്ക്. എന്റെ കുട്ടിയോട് സംസാരിക്കാൻ അയാൾ ആരാ? സംസ്കാരമില്ലാത്ത രീതിയിലായിരുന്നു അമ്മേ സംസാരം. അത് അയാളുടെ കോലോത്ത് മതി. ദത്ത് നിൽക്കാന്ന് കരുതി ഇവിടുത്തെ സർവാധികാരി പ്രതാപവർമ്മയല്ല. ഇന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വേണ്ട മുത്തശ്ശി, പോവണ്ട. മോൾക്കറിയാഞ്ഞിട്ടാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിന്നെ ശാസിക്കാനും ശകാരിക്കാനും പ്രതാപവർമ്മയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അയാളുടെ മക്കൾക്കും പ്രതിഭയുടെ കുട്ടികൾക്കും ഉള്ള അതേ സ്ഥാനം നന്ദനയ്ക്ക് ഈ വീട്ടിലുണ്ട്. പ്രായം വെച്ച് നോക്കിയാ ഒരു പടി കൂടുതലായി നിനക്കാണ് സ്ഥാനമെന്ന് പറയാം. എനിക്കൊരു സ്ഥാനവും വേണ്ട. എന്നെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇന്നിത് തടഞ്ഞില്ലെങ്കിൽ നാളെ ഇതിനപ്പുറം ആവും. അതുകൊണ്ട് നന്ദന മാറ്. ഞാൻ വർമ്മയൊന്ന് കാണട്ടെ. മോള് മാറ്. ഇന്നിത് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട മുത്തശ്ശി, ഞാൻ വിടില്ല. അമ്മ കാര്യങ്ങൾ അറിഞ്ഞെന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതൊന്നും വേണ്ട മുത്തശ്ശി. ഇപ്പൊ എങ്ങോട്ടും പോണ്ട. ഒന്നും ചോദിക്കാൻ വേണ്ട. ദയവേത് എന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മുത്തശ്ശി പോവരുത്. നീ ഭാഗ്യവാനാ. സർവീസിൽ കയറിയതിന് പിന്നാലെ ശമ്പളം കൂട്ടിയില്ലേ? വീട്ടിലിപ്പോ നിന്റെ കാര്യം പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തുന്നേ. ഹരിക്ക് ജോലിയായിട്ടും നിനക്കെന്താവാത്തെന്നാ ചോദ്യം. നീ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ? അത് അച്ഛനും കൂടി ഒന്ന് ബോധ്യപ്പെടണ്ടേ? അച്ഛൻ എങ്ങനെയും സമ്മതിപ്പിക്കാം. അമ്മയെ കൊണ്ടാ രക്ഷയില്ലാത്തത്. സഹാരമില്ല രഞ്ജിത്തെ, ഓരോന്നിനോരോ സമയമുണ്ടെന്ന് പറയാറില്ലേ? അത് വെറുതെ അല്ല, എന്റെ അനുഭവമാണേ. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പരിശ്രമിച്ചാലും നടക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ നടക്കൂ. അതങ്ങനെയാ. ആലോചിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങിയതാണോ നീ ഇങ്ങനെ പറയുന്നേ? അത് മാത്രമല്ല, കൂട്ടത്തിൽ ആ കാര്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അമ്പിളി, എടാ ഒരു മിനിറ്റ്. നന്ദേച്ചിയുടെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഹരിയേട്ടാ? ഇല്ല. വീട്ടിൽ വിളിച്ചായിരുന്നോ അയാള്? ഇല്ല. ഹരിയേട്ടൻ വിളിച്ചില്ലേ? നന്ദനയ്ക്ക് ഫോണില്ലല്ലോ. അന്ന് വീട്ടിൽ വന്ന കുഞ്ഞമ്മയില്ലേ, സേതുലക്ഷ്മി, അവരെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് കിട്ടിയില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ചിലപ്പോ വല്ല യാത്രയിലും ആയിരിക്കും. കുറച്ചുകൂടി അടുത്തെവിടെങ്കിലും മതിയായിരുന്നു എന്ന് ചിലപ്പോ തോന്നും. വീട്ടിലെങ്ങനെയുണ്ട്? പ്രശ്നോ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അമ്മയ്ക്ക് ദേഷ്യ. നന്ദേച്ചി പോയത് പിന്നെയാ ആളിന്റെ വില എല്ലാരും തിരിച്ചറിയുന്നത്. എന്നോട് നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം കാണും. എന്നാലും പ്രധാന നോട്ടപ്പുള്ളി ഇപ്പൊ അമ്പിളിയായിരിക്കും. ഞാനതൊന്നും അത്ര വലിയ കാര്യമാക്കുന്നില്ല. അമ്മ ഒരു കോണിലൂടെ ബഹളം വെക്കും, ഞാൻ എന്റെ കാര്യം നോക്കും. എന്തായാലും പഠിത്തം ഉഴപ്പണ്ട. ഹരിയേട്ടൻ വല്ലപ്പോഴും ഉദയന്നൂരിലേക്കൊന്ന് പോണം. നന്ദേച്ചിക്ക് അവിടെ സുഖമായിരിക്കും. എന്നാലും വിവരങ്ങളൊന്നും അറിയണമെന്നുണ്ട്. ഒരാളെങ്കിലും അന്വേഷിച്ചെന്നില്ലെങ്കിൽ അവിടെയുള്ളവർക്ക് എന്ത് തോന്നും? പിന്നെ ഹരിയേട്ടൻ ചെല്ലുമെന്ന്
ചേച്ചി പ്രതീക്ഷിക്കുന്നുണ്ടാവും. പോകണമെന്ന് വിചാരിക്കുക ഞാനും. ഇനി വൈകിക്കുന്നില്ല. ഞാൻ പോയിക്കോട്ടെ. പിന്നെ ഉദയനൂര് പോയിട്ട് വന്നിട്ട് വിവരം അറിയിക്കാം. ശരി. ഏതാ ഹരിയ കക്ഷി? എന്താ? നല്ല കുട്ടി. ഒരു കൊളുത്തിട്ടാലെന്ന് ആലോചിക്കുക. എന്താടാ? കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം മതി കൊളുത്ത്. അല്ലെങ്കിൽ ആ വഴിക്ക് നോക്കേ വേണ്ട. നീ വാ. സരസ്വതി, സരസ്വതി, ചേട്ടൻ 1 മണിയാകുമ്പോ പുറത്തു പോണം. അപ്പോഴേക്കും കഴിക്കാനുള്ളതാവൂ. 12 മണിയാവുമ്പോഴേക്കും ഊണ് റെഡിയാവും ചേച്ചി. വിശേഷം എന്താ ഊണിനുള്ളത്? പയറും പാവയ്ക്കിട്ടും മെഴുക്കുവരട്ടി, പിന്നെ വാഴക്കൊമ്പ് തോരനും ഉണ്ട്. അതെ, നന്ദൻ ഇന്നും കൂടി കേറിയില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയോ എന്തോ. നീ മാത്രമായിട്ട് എല്ലാ ജോലികളും ചെയ്യണ്ട. അവളെ കൊണ്ടും പണിയെടുപ്പിക്കണം. ഓരോ പണി നീ വേണം പറഞ്ഞു ചെയ്യിക്കാൻ. അതൊരു പാവം കൊച്ചേച്ചി. നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. അധികം സഹതാപവും വേണ്ട. ഇടയ്ക്ക് 1-2 ദിവസം സരസ്വതി വരാതിരിക്കണം. എന്തിനാന്നറിയോ? അന്ന് ഇവിടുത്തെ സകല പണിയും അവളെ കൊണ്ട് ചെയ്യിക്കാൻ. പിന്നൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞതൊന്നും അവളുടെ ചെവിയിൽ എത്തരുത്. മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ നന്ദനയുടെ കാര്യം. സരസ്വതിക്ക് വലിയ മതിപ്പാ മോളെ പറ്റി. എവിടെ പോയിരുന്നു? അത് തെക്കേപ്പറമ്പില് കുറച്ച് മാമ്പഴം പഴുക്കാറായി നിൽക്കുന്ന ഇന്നലെ കണ്ടു, നോക്കാൻ പോയതാ. ദേ നല്ല മാമ്പഴ. നാട്ടുമാങ്ങയാന്നേ. ഇവിടുത്തെ ഫ്രൂട്ട് സ്റ്റോളിൽ നല്ല മാമ്പഴം മേടിക്കാം. ഇതങ്ങ് കളഞ്ഞേക്ക്. കളയാനോ? ഇതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി വെച്ചാൽ നല്ല സ്വാദായിരിക്കും. നന്ദനയ്ക്ക് അറിയോ? എന്റെ സ്പെഷ്യലാ മാമ്പഴപ്പുളിശ്ശേരി. ആഹാ, അത് കൊള്ളാലോ. മോരുണ്ടാവോ ചേച്ചി? തൈര ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി കാര്യങ്ങളെല്ലാം ഒന്ന് അടുപ്പിച്ച് തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. നന്ദന കുക്കിംഗിൽ എക്സ്പെർട്ടാന്ന് തോന്നുന്നല്ലോ. അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടാ. വീട്ടില് വിറകെടുപ്പാ. വിറകടുപ്പോ? ഇപ്പോഴത്തെ കാലത്തോ? കുറച്ച് ചൂടും പുകയും ഉണ്ടാവെങ്കിലും വിറകടുപ്പിലെ മൺകലം വെച്ചുണ്ടാക്കുന്ന കറിയുടെ രുചി ഒന്ന് പ്രത്യേകമായിരിക്കും. നന്ദനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇനി ഇവിടെ വിറകടുപ്പുണ്ടാക്കേണ്ടി വരുമോ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സത്യത്തില് ഏതൊരു വീട്ടിലും ഏറ്റവും വൃത്തി വേണ്ട സ്ഥലം അടുക്കളയാ. ഒരു കണക്കിന് പൂജാമുറി പോലെ പ്രധാനമാണ് പാചകം ചെയ്യാനുള്ള സ്ഥലം. രാവിലെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് വേണം അടുക്കളയിൽ തീ കത്തിക്കാൻ. എന്ന് കരുതി നാളെ മുതൽ സരസ്വതി അടുക്കളയിൽ നിലവിളക്ക് കൊളുത്താനൊന്നും പോകണ്ടാട്ടോ. ഞാൻ ആ പാത്രം എടുത്തോണ്ട് വരാം. പ്രതിഭ ഇരിക്കുന്നില്ലേ? നിങ്ങളിരുന്നോ, ഞാൻ രഘുവേട്ടൻ വന്നിട്ട് കഴിക്കുന്നുള്ളൂ. അമ്മ നേരത്തെ കഴിച്ചു. നന്നായി. ചോറ് വിളമ്പിക്കോ വിദ്യാർത്ഥി, ഞാൻ ബാക്കിയുള്ളത് എടുത്തിട്ട് വരാം. ശരി. എവിടെ നന്ദനയുടെ സ്പെഷ്യൽ ഐറ്റം മാമ്പഴപ്പുളിശ്ശേരി? ദാ കൊണ്ടേക്കോളൂ. വിദ്യേട്ടത്തിയും ചേട്ടനും ഇത് കൂട്ടിയിട്ട് എന്ത് പറയുന്നു നോക്കാം. ഇഷ്ടപ്പെടാതിരിക്കില്ല. നിക്ക് നിക്ക് നിക്ക്, കറി ഒഴിക്കാൻ വരട്ടെ. ഇന്നൊരു വിശേഷാൽ സാധനം. കുരുമുളക് രസമായിരിക്കും, ദിവസമുള്ളതല്ലേ. പ്രതാപേട്ടൻ കൂട്ടി നോക്ക്, എന്നിട്ട് പറയേ. മതി. എങ്ങനെയുണ്ട് വിദ്യേട്ടത്തി? കൊള്ളാം. കൊള്ളാം. മാമ്പഴ പുളിശ്ശേരി കൊള്ളാമെന്ന് പറഞ്ഞാ പോരാ, അസലായിട്ടുണ്ട്. ചേരുവകളൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ആ ജോലിക്കാരി കുട്ടീനെ അങ്ങ് വിളിക്കൂ, സരസ്വതിനെ ഇങ്ങോട്ട് വിളിക്കൂ. സരസ്വതി, ഇങ്ങോട്ടൊന്ന് വന്നേ. ദേ ചേട്ടൻ വിളിക്കുന്നു. തീ
തീറ്ററപ്പായനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സരസ്വതി? തൃശ്ശൂർക്കാരനായിരുന്നു. 10 കിലോ അരിയിലെ ചോറ് ഒരൊറ്റ ഇരിപ്പിന് അങ്ങോട്ട് തട്ടും. ആ തീറ്ററപ്പായ്ക്ക് ഈ പുളിശ്ശേരി ഒഴിച്ച ചോറ് കൊടുത്താലേ 20 കിലോ അരിയിലെ ചോറ് നിസാരായിട്ടാണ് തട്ടും. അത്രയ്ക്കാ ടേസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. മലമേലിൽ നമ്പൂരിയും പഴയടൊക്കെ കേരളത്തിലെ നമ്പർ 1 പാചകക്കാരാ. അവരുടെ ഒക്കെ രുചിക്കൂടിന്റെ ഒപ്പം എത്തും സരസ്വതിയുടെ ഈ മാമ്പഴ പുളിശ്ശേരി. ഒരു നല്ല കാര്യം കണ്ടാൽ അഭിനന്ദിക്കാൻ എനിക്ക് ഒട്ടും മടിയില്ല. സരസ്വതിയെ കലക്കിട്ടോ. കലക്കിന്ന് വെച്ചാലേ അങ്ങോട്ട് കലക്കി. സാറേ, ഈ പുളിശ്ശേരി വെച്ചത് ഞാനല്ല. പിന്നെ നന്ദനെ പ്രതാപേട്ട ഇതുണ്ടാക്കിയത്. എന്ത്? മാമ്പഴ പുളിശ്ശേരി വെച്ചത് നന്ദനെയാണെന്ന്. എന്തൊരു ചൊവ്വയാതിന്! മനുഷ്യന് കഴിക്കാനുണ്ടാക്കിയതാണോ ഇത്? എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ? പറയാം. എവിടെയാണ്? വിളിക്കാണ്. പ്രതിഭേ, ആ ജന്തുവിനെ ഇങ്ങോട്ട് വിളിക്കേ. പ്രതാപേട്ട വിളിക്കാനാ പറഞ്ഞത്. നന്ദനെ, നന്ദനെ. ഇങ്ങോട്ട് നീക്കടി. മനഃപൂർവ്വം ആളെ അവമാനിക്കാനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരു മാമ്പഴ പുളിശ്ശേരി നാവിൽ വെച്ച് കൂട്ടാൻ കൊള്ളൂ അത്? നിന്റെ പാചക പരീക്ഷണം ഇവിടെ അടുക്കളയിൽ വേണ്ട. മനുഷ്യന് ഇവിടെ നിന്ന് ഒരു പിടി ചോറ് തിന്നാൻ പറ്റില്ല എന്ന് വെച്ചാല് അസത്തെ. മര്യാദക്ക് ഡൈനിങ് ടേബിളും ആ തറയും വൃത്തിയാക്കണം. ജോലിക്കാരിയെ കൊണ്ടല്ല, നീ വൃത്തിയാക്കണം. നിന്റെ വെളച്ചലിനുള്ള ശിക്ഷയാണെന്ന് വിചാരിച്ചോളൂ. അവളുടെ ഒരു മാമ്പഴ പുൽച്ചേരി അല്ല ബലാതി. സോപ്പിട്ട് കഴിയിട്ടും വൃത്തിയായിട്ട സ്മെല്ല് അങ്ങോട്ട് പോകുന്നില്ല. ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയതെന്താ? ആരും ഇനി ചോറുണ്ടെന്നില്ല. ഞാനെന്താ ഭാര്യ കൂട്ടണോ? കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇത്രമാത്രം കോപിക്കാൻ എന്താ കാര്യം? ഇല്ലേ, ഒന്നും ഉണ്ടായിട്ടില്ലേ? ആ ശനി പിടിച്ചോളെ ആരാ അടുക്കളയിൽ കയറ്റിയത്? സരസ്വതി വെക്കുന്നല്ലേ എന്നും നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ കണക്കാക്കിയ പോരെ? സരസ്വതിയെ ഇവിടത്തെ ജോലിക്കാരിയാ. എല്ലാവരുടെയും സമ്മതത്തോടെ അടുക്കളയിൽ നിർത്തിയിരിക്കുന്ന ജോലിക്കാരി. അവളോ വിദ്യക്കെന്താ പതിവില്ലാതെ അവളോടൊരു ചായ്വ്? മനസ്സിനൊരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ വല്ലതുണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനവള് വെച്ചുണ്ടാക്കിയത് എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിച്ചു? ഞാൻ അറിയാത്ത കാര്യാ. എനിക്ക് ഒരാളും ഇവിടെ വിശ്വാസമില്ല. ഓർത്തിട്ടെ കല്യാണം അങ്ങോട്ട് അടങ്ങണില്ല. അത്രയ്ക്ക് ആണും പെണ്ണും കെട്ടവനല്ല ഈ പ്രതാപവർമ്മ.
സത്യം പറ, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ അടുക്കളയിൽ ഈ ഗൂഢാലോചന? ആ പെണ്ണിനെ മകളായിട്ട് വിദ്യക്ക് അംഗീകരിക്കണോ? ഞാൻ ജീവനോടിരിക്കുമ്പോഴേ അത് നടക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ നീ അവളെ മോളെ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടാ അന്ന് പ്രതാപവർമ്മ ജീവനൊടുക്കിയില്ല. ഉണ്ണാൻ എടുത്തു വെച്ച അന്നം തട്ടി എറിയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് പ്രതാപവർമ്മയ്ക്ക് അറിയില്ലായിരിക്കും. തൽക്കാലം ഉപദേശം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ആത്മഹത്യയുടെ കാര്യം, നിങ്ങളുടെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം എന്റെ കഴുത്തിൽ സ്വയം കുരുക്കിടുകയായിരുന്നു ഞാൻ. അത് തിരിച്ചറിയാൻ വൈകി. അപ്പോഴേക്കും മക്കൾ 2 പേരായി. അവരെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എത്ര വലിയ വർത്തമാനം പറഞ്ഞാലും പ്രതാപവർമ്മ ഇപ്പൊ കാണിച്ചത് അതിക്രമോ. 1 മണി ചോറിന്റെ വില വിശക്കുന്നവനെ മനസ്സിലാവൂ. വെറുതെയല്ല അധ്വാനിച്ചിട്ട് അറയിൽ നെല്ല് നിറയുന്നത്. മനസ്സിലായി. ഞാനിവിടെ അധ്വാനിക്കുന്നില്ല, വെറുതെ കയ്യും കെട്ടിയിരുന്ന് ശാപ്പാട് തട്ടുകയാണ്. നെൽകൃഷി ഉൾപ്പെടെ ഉദിയന്നൂരിലെ എല്ലാ കാര്യത്തിലും എന്റെ മേൽനോട്ടുണ്ട്. അത് ചെയ്തേ ഇത് ചെയ്തേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയും മൂപ്പിച്ച നിലയ്ക്ക് ഞാൻ പറയാം. മനസ്സിൽ പിടിക്കാത്ത എന്തെങ്കിലും ഇനിയും കണ്ടാൽ ഇതുപോലൊക്കെ ഇനിയും ഞാൻ പ്രവർത്തിച്ചെന്നിരിക്കും. പ്രതാപവർമ്മേ, നിങ്ങളുടെ അഹങ്കാരവും അധികാരവും ഇവിടെ നടക്കില്ല. ഇത് ഉദിയന്നൂർ കോവിലകവാ. എന്തോ ഉദിയന്നൂർ കോവിലകോ? നിങ്ങളുടെ ഈ സെക്കൻഡ് ഹാൻഡ് പുത്രിയെ എനിക്ക് ഏൽപ്പിച്ചു തരുമ്പോഴേ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു.